market discussion of the day. Today, April 10th, 2026. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച്, പുതിയ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരുന്നതാണ്. പക്ഷേ വിഷുവും കുറേ ആഘോഷങ്ങളൊക്കെ കാരണം നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി വെച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ്സസ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, എനിക്കുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക എന്നുള്ളതിൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം ഇന്നലെ മെനഞ്ഞാന്ന് ഒരു സീസ് ഫയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇറാനും US തമ്മിൽ. ഓക്കെ, ആ ഒരു സീസ് ഫയറിനകത്ത് ഓൾമോസ്റ്റ് എന്താ പറയുക, നമ്മുടെ അതിനകത്ത് മേജറായിട്ട് പറഞ്ഞിട്ടുള്ള സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്ന കടൽപ്പാത തുറന്നു കൊടുക്കണം വെസൽസിന് കടന്നു പോകാനായിട്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 140 വെസൽസ് ഡെയിലി ബേസിസിൽ കടന്നു പോകുന്ന ആ ഒരു സ്ഥലത്ത് കൂടെ 5 വെസൽസ് മാത്രമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊരു നമുക്ക് എന്താ പറയുക, ഗോൾഡിൽ ആ ഒരു ടെൻഷനൊക്കെ കുറച്ചു എങ്കിലും, പക്ഷേ ഈ ഒരു വിഷയം ബേസിക്കലി ആ ഒരു ടെൻഷൻ വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ 3 സ്ഥലങ്ങളിൽ നമ്മുടെ സീസ് ഫയർ എന്താ പറയുക, സീസ് ഫയർ ബ്രേക്ക് ചെയ്തു എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ന്യൂസുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീക്കെൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം നമ്മളുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദ് പാകിസ്ഥാനിൽ പോകുന്നുണ്ട് മീറ്റിംഗ്, ഇറാനുമായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഈ ഒരു മീറ്റിംഗ് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനായിട്ടാണ് എക്കണോമിക്സ് പ്രകാരം നടക്കേണ്ടത്. ഓക്കെ, സോ അല്ല, ഈ ഒരു മീറ്റിംഗ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനും പോസിബിലിറ്റി ഉണ്ട്. സോ ബേസിക്കലി ഈ വീക്കെൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ഇന്നത്തെ ദിവസം നമുക്ക് ഗോൾഡിലെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കുക. വീക്കെൻഡ് പൊസിഷൻ ഹോൾഡിംഗ് വേണ്ട എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് ഡേറ്റ ഇന്നലെ ഉണ്ടായിരുന്നു. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അത് US മാർക്കറ്റിന് നെഗറ്റീവായിട്ടാണ് വന്നത്. സോ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 219K ആൾക്കാർക്കാണ് ആക്ച്വലി ജോബ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് അവർ ക്ലെയിമിന് പോയത്, അല്ലേ? സോ കഴിഞ്ഞ വട്ടം 203K ആയിരുന്നു, ഫോർകാസ്റ്റ് 210K ആയിരുന്നു. പക്ഷേ ആക്ച്വലി വന്നപ്പോൾ 219K. ഓക്കെ, 2,19,000 ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ബേസിക്കലി അത് നമ്മളുടെ എന്താ പറയുക, അത് US എക്കണോമിയെ കുറച്ചും കൂടെ US ഡോളറിൻ്റെ വാല്യൂ കുറയുകയും ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ആക്ച്വലി, എക്കണോമിക്സ് പ്രകാരം. ഓക്കെ, സോ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഇവിടെ ആ ഒരു സമയത്തൊരു സ്പൈക്ക് ഉണ്ടായെന്നല്ലാതെ. ഓക്കെ, സോ ബേസിക്കലി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഫെഡ് റിസർവ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കുറയുന്നുണ്ട് ആ ഒരു ന്യൂസിലൂടെ. ഓക്കെ, എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് നമ്മളുടെ എക്കണോമിക് പരമായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട കാര്യങ്ങൾ. പക്ഷേ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. വൈകുന്നേരം 6 മണിക്കോ 6:30 ആണ് ഈ ഒരു ന്യൂസ് വരുന്നത്. 6 മണിക്കാണ് ന്യൂസ് വരുന്നത്. സോ ബേസിക്കലി CPIയുടെ ന്യൂസ് ഫോർകാസ്റ്റ് 3.5% ആയിരുന്നു, പ്രീവിയസ് 2.4% ആയിരുന്നു. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഓക്കെ, US ഡോളർ ഭയങ്കരമായി വീണ്ടും സ്ട്രെങ്തൻ ആകും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. കഴിവതും 6 മണിക്ക് മുന്നേ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതാണ് എൻ്റെ ഒപ്പീനിയനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ യൂസ് ചെയ്യുന്ന പല ആൾക്കാരും ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറുണ്ട്, ഞാൻ വാൻറ്റേജ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും നല്ല കമ്പനിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിലോ അല്ലെങ്കിൽ വാൻറ്റേജിലോ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാറിൽ പ്രത്യേകിച്ചും UAE കസ്റ്റമേഴ്സിന് പ്രത്യേക ലിങ്കാണ്, അത് നോക്കി തന്നെ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ആക്കാനും അതിനുശേഷം നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഞാൻ ആക്ട് ചെയ്യുകയും ചെയ്യും. സോ അതിനെനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നമ്മളുടെ റെഗുലേഷൻസ് UAE ബേസ് ചെയ്തിട്ടുള്ള CMയുടെ റെഗുലേഷനുള്ള ഒരു കമ്പനിയാണ്. ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ട് ISICയുടെ റെഗുലേഷൻ ഉണ്ട്. സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ട് FSCയുടെ റെഗുലേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് ഉള്ളൊരു
കമ്പനിയാണ്. അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പോൺസർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ UAE ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, NPA സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു ഡെപ്പോസിറ്റ് ബോണസും കമ്പനി തരുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ $500 50% ബോണസും അതിൻ്റെ ബാക്കി എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് തരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സ്റ്റാറിൽ അക്കൗണ്ട് വേണ്ടെന്നുള്ള എല്ലാ ആൾക്കാർക്കും എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾക്കൊരു ലൈഫ് ലോങ് സപ്പോർട്ടും എനിക്ക് തരാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ ഇന്നത്തെ നമുക്ക് നേരെ നമ്മുടെ ഗോൾഡിലോട്ട് തന്നെ പോകാം. ഗോൾഡ് 4760 നിൽക്കുന്നു. ഓക്കെ, ഇന്നത്തെ റേഞ്ച് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇന്നത്തെ ഗോൾഡിൻ്റെ റേഞ്ച് 4700 to 4830 വരെയാണ് ഇന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4700 to 4830 വരെയാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, സോ 4830. സോ ബേസിക്കലി നമ്മൾ ഗോൾഡ് ഒരു ബെയറിഷ് രീതിയിലാണ് നിൽക്കുന്നത്. സോ ഇന്ന് വൈകുന്നേരത്തെ CPIയുടെ ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു ട്രെൻഡൊക്കെ മാറ്റാൻ പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസാണ്. ഈ ഒരു ലെവലൊക്കെ വിട്ടുപോകും ചിലപ്പോൾ നമ്മുടെ CPIയുടെ ഡേറ്റ വരുമ്പോൾ. സോ അതിന് മുന്നേ മാത്രമേ ഞാൻ ഈ പറഞ്ഞ റേഞ്ച് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി 4800 ലെവലിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, 4800 ലെവലിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 4800 നമ്മൾ ടൈറ്റായിട്ട് വെക്കണമെങ്കിൽ 815 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇല്ലാത്ത പക്ഷം നമുക്ക് 4740 താഴെ ബ്രേക്ക് ചെയ്ത് 1 hour ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുകയും അവിടെ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്താൽ നമുക്ക് അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, 4740 താഴെയായിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4775 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണുകയും ചെയ്യണം. ഓക്കെ, സോ ഇന്നത്തെ ഇൻഫ്ലേഷൻ നമ്മുടെ CPIയുടെ ഡേറ്റ എന്താ പറയുക ഡേറ്റ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുക. ഈ റേഞ്ചൊക്കെ വിട്ട് പോകും. അതിന് മുന്നേയായിട്ട് ട്രേഡിനകത്ത് നിന്ന് മാറി നിൽക്കുക. അതിനുശേഷം ട്രേഡ് എടുക്കാതിരിക്കുക. ഈ ഒരു ലെവലിലൊക്കെ 6:30 ശേഷമാണ് വരുന്നതെങ്കിൽ എടുക്കാൻ പാടില്ല കേട്ടോ. CPIയുടെ ഡേറ്റയാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണുകയും ചെയ്യണം. ഓക്കെ, സോ നേരെ നമ്മളുടെ USD JPYയിലോട്ട് വരാം. USD JPYയിൽ ആക്ച്വലി നമുക്ക് 158.50 to 160 ഇന്നത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇപ്പോൾ 159.22 നിൽക്കുന്നു. നമുക്കൊരു ബൈ എ ഡിപ്പാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. 158.90 ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 158.20 താഴെയായിട്ട് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വെച്ച് പോവുക. 160 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ ഇപ്പോഴത്തെ US എക്കണോമി ഈസ് കറൻ്റ്ലി മച്ച് സ്ട്രോങ്ങർ ദാൻ ജാപ്പനീസ് എക്കണോമി, പുഷിംഗ് ദ പെയർ ഹയർ. സോ US എക്കണോമി ബെറ്റർ ആയതുകൊണ്ടിട്ട് ജാപ്പനീസ് എക്കണോമി എന്താ പറയുക കാട്ടിലും. സോ അത് കാരണം ഈ ഒരു പെയർ USD JPY എന്ന് പറയുന്ന പെയർ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ GBP USDയിലോട്ട് പോകാം. GBP USDയിലോട്ട് പോകുമ്പോൾ നമ്മളുടെ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് വെറും ഒരു സൈഡ് വൈസ് ന്യൂട്രൽ ട്രെൻഡാണ്. ആക്ച്വലി സെല്ല് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3418 നിൽക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.3380 to 1.3480 വരെയൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ 1.3480 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 1.3470 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.3510 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് 1.3400 അവിടെയൊക്കെ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി പറയുന്നതെല്ലാം ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടില്ല, ട്രെൻഡിന് അനുസരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ GBP USDയിൽ സെല്ല് മാത്രം പറഞ്ഞത്. ഇന്നത്തെ ട്രെൻഡാണ് കേട്ടോ. ഓക്കെ, നാളെ ഇത് മാറാം. ഓക്കെ, സോ നമ്മൾ യൂറോ USDയിലോട്ട് വരാം. യൂറോ USD ഇന്നത്തെ റേഞ്ച് നോക്കിയിട്ട് നമുക്ക് യൂറോ USD നമ്മൾ ഇന്നത്തെ ട്രെൻഡ് നമ്മൾ നോക്കാൻ നേരത്ത് 1.1691 നിൽക്കുന്നു. 1.1620 to 1.1730 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ. സോ ബേസിക്കലി നമുക്ക് 1.1710 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 1.1750 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് 1.1640 അവിടെയൊക്കെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യണം. ഓക്കെ. സോ ബേസിക്കലി നമ്മുടെ യൂറോപ്പ് എക്കണോമി ലാഗിങ് ആണ് US എക്കണോമിയെക്കാട്ടിലും. സോ അതുകൊണ്ടിട്ട് തന്നെ യൂറോ ലെസ് അട്രാക്റ്റീവ് ആണ് ഇൻവെസ്റ്റേഴ്സിന് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ. സോ ഇന്നത്തെ വളരെ സീക്രറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ CPIയുടെ ഡേറ്റ തന്നെയാണ്. ഓക്കെ. അത് ബേസിക്കലി 3.5% കൂടുതലാണെങ്കിൽ നമ്മളുടെ ഗോൾഡ്, യൂറോ USD, GBP USD താഴോട്ട് പോകാനും എക്കണോമിക്സ് പ്രകാരം ഇങ്ങനെ തന്നെ നടക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ. സോ നേരെ മറിച്ച് 3.3% താഴെയാണ് വരുന്നതെങ്കിൽ, 3.5% മുകളിലാണെങ്കിൽ ഗോൾഡൊക്കെ താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും 3.3% താഴെയാണെങ്കിൽ ഗോൾഡൊക്കെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളത്. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉദ്ദേശം പ്രൊട്ടക്റ്റ് യുവർ ക്യാപിറ്റൽ ആൻഡ് ബിൽഡ് യുവർ വെൽത്ത് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും എന്താ പറയുക, ട്രേഡ് സേഫായിട്ട് ചെയ്യുക. എപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും 5% കൂടുതൽ നമ്മുടെ ക്യാപിറ്റൽ റിസ്ക് ചെയ്യാനായിട്ട് പാടില്ല എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീക്കെൻഡിന് മുന്നേയായിട്ട് എല്ലാ പൊസിഷൻസും ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്ന് ഉള്ള റിക്വസ്റ്റും ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.